ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നാളികേരമൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള ഒരു കടലക്കറി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കടലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലേക്ക് നമുക്ക് കടല ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3/4 കപ്പ് കടല ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതായത് രാത്രി മുഴുവനും കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലൊരു ചെറിയ സവാള സ്ലൈസസ് ആക്കി ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കടലക്കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ ഈ കടല വേവിച്ചെടുക്കാനുള്ള സമയം ഓരോ കുക്കറിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. ഇനി ഈ കടലൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിൽ ചേർക്കാൻ ആവശ്യമായിട്ടുള്ള അരപ്പും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കാം. ഇതിലേക്ക് ഏകദേശം 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5-6 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുളക് പൊടി നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമുക്ക് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്നത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മുളക് പൊടി മല്ലിപ്പൊടി മാത്രമാണ് നമ്മളിതിൽ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നാളികേരം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ കടലക്കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതിൽ കുറച്ച് ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 പീസ് ഉടച്ചെടുത്താൽ മതി. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നാളികേരം അരച്ചെടുത്തിട്ടുള്ള ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നാളികേരം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പച്ച നാളികേരം അരച്ച് വെച്ചിട്ടുള്ള കറികളൊക്കെ കൂടുതൽ നേരം തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ ജസ്റ്റ് നാളികേരം തിളച്ച് വന്നാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറിയിലൊന്ന് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒരു 5-6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കത് കറിയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈസി കടലക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കടലൊന്ന് വേവിച്ചെടുക്കാനുള്ള സമയം മാത്രമേ വേണ്ടൂ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പും തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് സമയമാണ് കൂടുതലായിട്ട് ഇതിന് വേണ്ടി വരുന്നുള്ളൂ. ശരിക്കും പറയാച്ചാൽ അത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അധികം മസാലയൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ കടലക്കറി. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഈ ഒരു കടലക്കറി പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും അതുപോലെ പൂരിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്